ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിന്റെ ഭാഗമാകാനായി നമുക്ക് എല്ലാവർക്കും സാധിച്ചു. ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം തെളിത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം നിർവഹിക്കുന്നു. ഇവിടെ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ചെറിയൊരു കയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിന്റെ ഭാഗമായി മാറാം. ആൻഡ് എത്തിച്ചേർന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിനോട് നമ്മൾ എല്ലാവരും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ആദ്യ തുടക്കത്തിന് സാക്ഷികളാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നതിൽ. തിരികളും കൂടെയുണ്ട്. ഗുലാൻ തട്ടുകട മലയാളത്തിലെ ഏറ്റവും നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നിന്നുള്ള ഈ ഒരു ചെറിയ തുടക്കം, ആ ഒരു വലിയ സിനിമയുടെ ചെറിയ തുടക്കത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഭാഗമാകുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന, മലയാളികൾ എല്ലാവരെയും ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന ഒരു അടിപൊളി മൂവിയായി മാറട്ടെ, ഒരു കമേഴ്ഷ്യൽ എന്റർടൈനറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു സിനിമ എന്നത് ഒരു ടീം വർക്കാണ്. എല്ലാവരും യോജിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ടീം വർക്കിന്റെ പ്രോഡക്റ്റാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശ്വാസമാണ്. ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും ബുദ്ധിമുട്ടേറിയമായ ജീവിതയാത്രയ്ക്കിടയിൽ ഞങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ, ചിലപ്പോൾ സാന്ത്വനമാകാൻ, ചിലപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന, ചിലപ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്ന, ചിലപ്പോൾ ഇതാണ് ശരിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന പ്രേക്ഷകരുമായുള്ള ഏറ്റവും വലിയ മീഡിയമാണ് സിനിമ. സിനിമ നൽകുന്ന സംഭാവനകൾ ഞാനീ പറഞ്ഞത് എല്ലാം കൂടി ചേർന്നതാണ്. ഒരുപാട് പേർ, കലാകാരന്മാർ ഒരുമിച്ച്, കലാകാരികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ടീം വർക്കാണ് അത് നല്ല ഒരു പ്രോഡക്റ്റായി മാറുന്നത്. ഗുലാന്റെ തട്ടുകട എന്ന ഈ സിനിമ തീർച്ചയായും എല്ലാവരെയും ചിരിപ്പിക്കുന്ന, എല്ലാവർക്കും ഒരു, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഒന്ന് ആർത്ത് ചിരിക്കാൻ, എല്ലാം മറക്കാൻ, ചിരിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ. മലയാളികളായ നല്ല പ്രേക്ഷകർ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പ്രിയങ്കരനായ സഖീന് ശ്രീ മുന്ന ഇഷാനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പുതിയ സംരംഭമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു മഹാസംരംഭമായിട്ട് മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഈ ഒരു ദിവസത്തിന്, ഈ ഒരു നിമിഷത്തേക്ക് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കോമഡി എന്റർടൈനർ, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായി ഗുലാന്റെ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ ജാഫർ ഇടുക്കി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയിലേക്ക് കൊടുക്കുക. നമുക്ക് രണ്ട് ഇടുക്കി ഭാഷയൊക്കെ കേൾക്കണ്ടേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഫ്രണ്ടിരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ അവിടെ കവാടം കയറിയപ്പോൾ എനിക്ക് ഒന്നിച്ച് വരണമെന്നുണ്ടായിരുന്നു. ഞാനിവിടെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. സതീശൻ സാറ് നല്ല അർത്ഥവത്തായ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് പറയും. നമ്മളിത് അഭിനയിക്കുന്ന മാത്രമേ അതിനകത്ത് വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു കാര്യവിവരമുള്ളവരാണ്. അപ്പം നല്ല കാര്യം പറഞ്ഞാൽ അതിന് മുകളിൽ പറയാനൊന്നുമില്ല. എന്തായാലും ഞാനും ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്
എനിക്കറിയില്ല. എന്തായാലും കഥ കേട്ടിട്ടില്ല. കഥ ഓൺലൈൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുനിൽ പേട്ട ചേട്ടൻ എൻ്റെ ഇൻറ്റിമേറ്റാണ്. എനിക്ക് ഒത്തിരി സിനിമയൊക്കെ തന്നാണ് താഴെ കൺട്രോളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ AR ദിനേശ് ചേട്ടൻ, മീഡിയനെ എല്ലാവരും, അങ്ങനെ എല്ലാ മീഡിയക്കാർക്കും എല്ലാവർക്കും ഈ പടം വിജയിക്കാനുള്ള സാറ് പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക, വൻ വിജയമാക്കി തീർക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much. Moving on, Sri Dracula Sudhir, please come forward. നല്ലൊരു കൈയടിയൊക്കെ കൊടുക്കുന്നത് ആ ഡ്രാക്കുള എന്ന് വിളിക്കുന്നതുകൊണ്ടാണോ ബുദ്ധിമുട്ട്? ഇല്ല, സുധീരേട്ടന് വലിയ മനസ്സിനുടമയാണ് കേട്ടോ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. അപ്പൊ ഗുണ്ട എന്നുള്ള സാധനം മാറ്റണം അല്ലേ? നന്മമരമാണോ ഈ സിനിമയില്? നമസ്കാരം എല്ലാവർക്കും. വളരെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന സതീഷ് സാറിന്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരു മൈക്രോയായിട്ട് ലളിതമാക്കി സംസാരിക്കുന്നത്. പിന്നെ ജാഫർ ഖാൻ സിനിമ കണ്ട് സിനിമയിലേക്ക് തുടങ്ങുമ്പം ജാഫർ ഖാനൊക്കെ ഓരോ പ്രോഗ്രാമും സിനിമയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ അവരെ തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഒരുപാട് ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. പിന്നെ മുന്ന അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മുന്നേ എൻ്റെ മാത്രമല്ല, എല്ലാ സുഹൃത്തുക്കളുടെയും സുഹൃത്താണ്. അതാണ് മുന്നേയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി ഗുലാം തട്ടുകട സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. സതീഷ് സാർ പറഞ്ഞ മാധ്യമ രംഗത്തെ വളരെ പ്രയോജനമാണ് മുന്ന. അദ്ദേഹം സിനിമ ഈ നർമ്മപ്രധാനമുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആ സിനിമ, അതായത് മുന്നേ സംസാരിക്കുമ്പോഴേ മുന്നോട് കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നർമ്മമുണ്ട്. അദ്ദേഹം ഏത് രീതിയിൽ ഈ സിനിമ കൈകാര്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഗംഭീരമായിരിക്കും, ഇതിന് വിജയമായിരിക്കും, ഒരു 100% എന്റർടൈൻമെന്റ് ആയിരിക്കും. ആവട്ടെ, അതിൽ ഞാൻ ഒരു ചെറിയ കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം. വൻ വിജയമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ സുധീർ. സിനിമയുടെ ഭാഗമായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വിജയകുമാർ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കാം. ഒത്തിരി സിനിമകളിലൂടെയൊക്കെ ഫേമസ് ആയ ആളാണ്. ഒപ്പം ശ്രീനാഥ് ബാസിനെ വെച്ച് ഒരു ഏറ്റവും പുതിയ മൂവിയും കൂടെ നമുക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കുന്നുണ്ട്. സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സതീശേട്ടൻ, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളൊരു നേതാവാണ് ജാഫർ ഖാൻ, സുധീരേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവരോടൊപ്പം ഇങ്ങനൊരു സാന്നിധ്യം എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഒരു 2 വർഷം മുന്നേ പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഇതുവരെ തീരാത്ത ഒരു സിനിമയുടെ കുണ്ടറൻ DMPs എന്ന് പറഞ്ഞിട്ട് 2 വർഷം തുടങ്ങിയിട്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ മുന്നേ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ മുന്നേൻ്റെ സിനിമേൻ്റെ ഈ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സിനിമ ഇറങ്ങണേക്കാൾ മുന്നേൻ്റെ സിനിമ ഇറങ്ങി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും നല്ല രീതിയിൽ ഇത് വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരെയും കണ്ടതിലും എല്ലാവരോടൊപ്പം അഭിനയിക്കാൻ പോകുന്നതിൻ്റെയും ഒരു ത്രില്ലിലാണ്. ജാഫർക്കിൻ്റെയും സുധീരേട്ടനും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് മാത്രമല്ല, സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കുറിപ്പാണെങ്കിലും സെക്കൻഡ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ സെലൂട്ട് ആണെങ്കിലും പാൽത്തു ചന്ദ്രാണെങ്കിലും എനിക്ക് ചെല്ലുമ്പോൾ അറിയില്ല ഇതൊരു നല്ല ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നറിയില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിലിം കാണുമ്പോഴാണ് ഇതാണല്ലേ ചെയ്തത് എന്ന് മനസ്സിലായി. പക്ഷെ ഈ സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യണതിന് മുന്നേ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ല റോളാണ്. സോ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷന് ഇത് ഞാൻ നന്നായിട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ സിനിമ കുണ്ടറൻ DMPsന് മുന്നേ തന്നെ ഗുലാം തട്ടുകട ഇറങ്ങട്ടെ, എല്ലാവിധ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് മുന്നേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. Moving on, I would like to invite Sri Kiran Raj to the stage. Please come forward. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അതിഥി സാറിനും സംസാരം സാറിനും പിന്നെ മുന്നേക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിന് ഇടാൻ പറ്റിയ പേര് തന്നെയാണ് ഗുലാം തട്ടുകട. അതിലൂടെ കാരണമുണ്ട്.
ഞാൻ മുന്നേ പരിചയപ്പെടുന്നത് 7 വർഷം മുമ്പ് നടൻ ബാലയുടെ ഫ്ലാറ്റിൽ വെച്ചാണ്. അങ്ങനെ അത് പരിചയപ്പെട്ടു. അപ്പം എനിക്ക് അത്യാവശ്യം കുക്കിംഗ് പ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ സുപ്രഭാതത്തിൽ അവിടെ ബാല ഫ്ലാറ്റിൽ മുന്നേ വന്നു. അപ്പോൾ ബാല പറഞ്ഞു മുന്നേ നമ്മൾ കുക്ക് ചെയ്തു. ഞാൻ കുക്ക് പോകും. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഒരു അരമണിക്കൂർ കൊണ്ട് 8-10 ഡിഷ് പല വെറൈറ്റി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞില്ല, അല്ല ചിക്കൻ വെറൈറ്റി എല്ലാം വീട്ടിൽ ഒരേ സമയം 4 വച്ച അനക്ക്. ഞാൻ ജീവിതത്തിൽ ആരും കുക്ക് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ശരി ഞെട്ടി. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം മുന്നേക്ക് ഫസ്റ്റ് മൂവിയിൽ ഇടാൻ പറ്റിയ പേര് തന്നെയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത്. എസ്പെഷ്യലി നമ്മുടെ വി.ഡി. സതീഷ് സാറിന്റെ കൂടെ ഉള്ളത് വളരെ സന്തോഷം. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, മുന്നേ ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ടോ? ഷെഫിന്റെ അസിസ്റ്റന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ദിനീഷ്. നായാട്ട് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് ശ്രീ ദിനീഷ്. എല്ലാവർക്കും നമസ്കാരം. സിനിമയിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് മുന്നേ. മുന്നേ സിനിമ ചെയ്യുമ്പോഴേക്കും അതിലൊരു വേഷം തന്നു. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ അതൊരു വലിയൊരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. പിന്നെ ഇത്രയും വലിയ ടി വിയിലൂടെ കണ്ട എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പം ഈ സിനിമ ഒരു നല്ലൊരു വിജയമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു പടം കഴിഞ്ഞുള്ളൂ. നമ്മുടെ 2ാമത്തെ പടമാണ്. നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്ന ഒരു നല്ലൊരു സബ്ജക്റ്റാണ്. സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിരുന്നു. നല്ല എല്ലാവർക്കും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. താങ്ക് യു. MG Cinemas in association with VFriends Productions. VFriends Productionsന്റെ ഏറ്റവും വലിയൊരു നെടുന്തൂൺ എന്ന് പറയപ്പെടുന്ന ശ്രീ ജയനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുലാൻ തട്ടുകട ഫൺ അൺലിമിറ്റഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട വി.ഡി. സതീഷ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ആത്മാർത്ഥമായ സന്തോഷമുണ്ട്. അത് ആദ്യമേ തന്നെ അറിയിക്കാം. ഒപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മുന്ന. അപ്പോൾ ഞങ്ങളുടെ ഒരു ലോകം മുഴുവനുള്ള എൻ്റെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് വി ഫ്രണ്ട്സ്. അപ്പോൾ വി ഫ്രണ്ട്സ് എന്ന നമ്മുടെ കൂട്ടായ്മ ഇങ്ങനൊരു സെഷൻ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ്, നീ സ്വന്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ മുന്നേ അതിനുള്ള അവസരമായില്ല, സമയമായില്ല എന്ന് സ്റ്റാൻഡായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിന് തയ്യാറായി മുന്നോട്ട് വന്ന മുന്നേ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഇതിനോട് സഹകരിക്കണമെന്ന് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയത്. ഏതായാലും ഈ ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റവും നല്ല ഒരു വിജയമായി മാറട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ദേവസ്വനോടും മറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും വളരെയധികം സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ടും ഇതിൻ്റെ നല്ല വിജയത്തിന് എല്ലാവരുടെയും മനസ്സ് ഒന്നായി ഉണ്ടാകണമെന്ന് ഒരേ മനസ്സിലും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങിൽ 2 വാക്ക് സംസാരിക്കാനുള്ള വേദി തന്ന ഇതിൻ്റെ മുന്നോടും മറ്റു സഹപ്രവർത്തകരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഓക്കെ. ഒരുപാട് സന്തോഷം. ഈ അവസരത്തിൽ ഒരുപാട് വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലീസിന് മുമ്പ് ഇതുപോലൊരു കൂട്ടായ്മ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നത്തെ ദിവസം കൂടുതൽ പറയാം. ഒരു കാര്യം ഉറപ്പ് തരുന്നു, 2.5 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വാക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി. മുന്നേ ഇതൊക്കെ ഒരു വേഷം തന്നതിൽ അങ്ങേറ്റം നന്ദിയും കടപ്പാടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പടം ഒരു വൻ വിജയമാകട്ടെ, ജനശ്രദ്ധ നേരത്തെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുള്ളതും നന്ദി, നമസ്കാരം.